ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാവട്ടെ, അതിനുവേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. കുറച്ച് ദിവസമായിക്കണ വീഡിയോസൊക്കെ ഇട്ടിട്ട് കേട്ടോ, ഒരാഴ്ചയിലും മേലെ ആയിട്ടുണ്ടാവും. ഞാൻ രണ്ടാം പെരുന്നാളിന് വീട്ടിൽ പോയിന്ന് അവിടുന്ന് പിന്നെ 2-3 വീഡിയോസ് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വീട്ടിൽ വന്ന് വീട് അടച്ചിട്ട് പോയതായിരുന്നു. അപ്പോൾ ഒരാഴ്ച ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിട്ടാണ്. ഇതിപ്പോൾ അന്ന് ഞങ്ങൾ ആറാം നോമ്പ് നോറ്റിയിരുന്നാണ് കേട്ടോ. ആറുനോമ്പ് നോറ്റിയിരുന്നു. അപ്പോൾ ആറുനോമ്പ് കഴിഞ്ഞിട്ടുള്ള പിന്നെ ദിവസം പെരുന്നാളാണല്ലോ നമ്മൾക്ക്. അപ്പോൾ അന്ന് ബിരിയാണി വെച്ചതാണ് ഈ ഒരു വീഡിയോ കേട്ടോ. പിന്നെ ആറുനോമ്പ് നോറ്റ നോമ്പ് തുറക്കണ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ ഇനിയൊന്നും ഇപ്പോൾ അതൊന്നും ഇട്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ അതൊന്നും കാണാൻ ആളുണ്ടാവില്ല. ഇനി നോമ്പിന് അത് രസമായിരുന്നു എന്നും ഓരോ വീഡിയോസ് ഇടുമ്പോൾ. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ വെറൈറ്റി ഓരോ കുക്കിങ്ങും കാര്യങ്ങളും വ്ളോഗും ട്രാവലിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ വീഡിയോസ് ആയിട്ടൊക്കെ വരേണ്ടി വരും. ഇതിപ്പോൾ ബിരിയാണി വെക്കണ ഉള്ളി നല്ല ഫ്രൈ ആയതിന് ശേഷം നമ്മൾ ബിരിയാണിയൊക്കെ ഉള്ളതും മസാലയൊക്കെ അതിലിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിക്കൊണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കിയാൽ. സവാള നല്ല ഫ്രൈ ആവണം, നല്ല ബ്രൗൺ കളറാവണം. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി തക്കാളി അതൊക്കെ ഇട്ടെടുത്ത് പിന്നെ തൈരൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ റെഡിയാക്കുമ്പോഴേക്കും അവിടെ റൈസിനുള്ള വെള്ളം നമ്മൾ ഇവിടെ അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ അതിലേക്ക് വേണ്ട വെള്ളത്തിൽ വേണ്ട സാധനങ്ങളൊക്കെ ഇട്ടെടുത്ത് പട്ട ഗ്രാമ്പു ഏലക്കായ ബേലീഫ് അങ്ങനെയുള്ളതൊക്കെ വെള്ളത്തിലിട്ട് എടുത്തിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ റൈസൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ചിക്കൻ 2 ലെയറിലാണ് നമ്മൾ ദം മസാല ഇട്ടിട്ടുള്ളത്. ആദ്യം താഴെ ഒരു ലെയർ ഇട്ട് പിന്നെ ചോറിട്ട് പിന്നെ വീണ്ടും ചിക്കനും അതൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ സവാള ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു. പിന്നെ നട്ട്സ് ഉണ്ടായിരുന്നു, കിസ്മിസും ക്യാഷും ഉണ്ടായിരുന്നു. അപ്പോൾ അതും അങ്ങനെ ഫ്രൈ ചെയ്തത് അതും അതിൻ്റെ മീതെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ദമ്മിടുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഇത് അന്ന് തന്നെ പെരുന്നാളിൻ്റെ അന്ന് ആറുനോമ്പിൻ്റെ പെരുന്നാളിന് കേട്ടോ ഒരു മധുരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അട ഉണ്ടാക്കിയതാണ്, ഇലയട. അത് അരിപ്പൊടി ഇങ്ങനെ മാവിൽ എന്താ നമ്മൾ പത്തിരിൻ്റെ മാവൊക്കെ ഉണ്ടാക്കൂലേ, പത്തിരിക്കുള്ള അതുപോലെ മാവ് ഉണ്ടാക്കിയിട്ട് ഉരുട്ടിയിട്ട് പത്തിരി പ്രസ്സിൽ വെച്ച് അമർത്തി ഉണ്ടാക്കിയത് എൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതാണ് ഞാൻ പറയുമ്പോൾ അങ്ങനെ ഒരു പിന്നെ അതിലേക്ക് തേങ്ങ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തതിന് അതിൽ ഏലക്കപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അന്ന് രാത്രി അഴിമുഖം ബീച്ചിലൊക്കെ പോയി. അപ്പോൾ പറഞ്ഞു വന്ന എന്താണ് ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നതിൻ്റെ കാരണമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോണത്. അപ്പോൾ വീഡിയോ ഇടാനും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരാഴ്ച എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ ഭയങ്കര ഇതായിരുന്നു. ആകെ സങ്കടമായിപ്പോൾ. ഇത്രയും ഒരാഴ്ച നിൽക്കേണ്ടി ഉണ്ടായിരുന്നില്ല, പോയി 2 ദിവസം കഴിഞ്ഞിട്ട് തന്നെ അങ്ങോട്ട് തിരിച്ച് വന്നാൽ മതിയായിരുന്നു. അങ്ങനെയൊക്കെ ആയിപ്പോയി കേട്ടോ. അതുകൊണ്ട് കണ്ടപ്പോൾ എൻ്റെ ചെടികളൊക്കെ കുറേ ഉണങ്ങിപ്പോയി. അതുപോലെ കുറ്റിക്കുരുമുളക് അത് പഞ്ചായത്തിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. 100 രൂപ കൊടുത്തിട്ട് 4 തൈ അങ്ങനെ നമുക്ക് വാങ്ങിയതായിരുന്നു. അത് ചെറിയ ഗ്രോ ബാഗിലായിരുന്നു, ഞാനത് വലുതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പോണ അന്ന് ഞാൻ എല്ലാതും തെങ്ങിനും ചെടിക്കും എല്ലാത്തിനും നനച്ചിട്ടാണ് പോയത്. ഒരാഴ്ച ഞാൻ നിന്നല്ലോ. ഒരാഴ്ച ഞാൻ നിന്ന് വന്നപ്പോഴത്തേനും എല്ലാതും ഉണങ്ങിയപ്പോൾ ആ കുറ്റിക്കുരുമുളക് കംപ്ലീറ്റ് പോയിട്ടാണ്. പിന്നെ ചെടി കുറച്ചൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ പിന്നെ ചെടിയൊക്കെ ഒന്നിങ്ങനെ ശരിയായി വന്നു കേട്ടോ. ചെടികൾക്ക് വെള്ളം കിട്ടിയപ്പോൾ ചെടികളൊക്കെ നല്ല ഉഷാറായി വന്ന്. എന്നാലും ആദ്യത്തെ ആ ഒരു ഇതില്ല, കുറച്ച് ചെടികൾ മാത്രം കേട്ടോ. പെട്ടെന്ന് ഉണങ്ങിപ്പോയ 2-3 ചെടികൾ, അതും എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ചെടിയാണത് പോയത് കേട്ടോ. അതൊക്കെ അതിൻ്റെ വീഡിയോ ഇതിലുണ്ട്, ഞാൻ കാണിച്ചു തരേണ്ടത്. പിന്നെ ആ ചെടീൻ്റെ പേര് എനിക്ക് അങ്ങോട്ട് പറയാൻ കിട്ടില്ല, വാൾസം അങ്ങനെ എന്തോ ആണ് ആ ചെടീൻ്റെ പേര്. നല്ല ഫ്ലവറൊക്കെയാണ് അതിന് കേട്ടോ, നല്ല ഭംഗിയുള്ള ഫ്ലവറൊക്കെയാണ്. ആ ചെടി പോയിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെ അൽഹംദുലില്ലാ റെഡിയായി വരുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ വീഡിയോ ഇടാതെ ഇരുന്നത് ഞാൻ നനയ്ക്കുമ്പോൾ എല്ലായിടത്തും പൊടിയും ഒക്കെ ഉണ്ട്. ഒരാഴ്ച അടച്ചിട്ടതാണല്ലോ. ഒരാഴ്ച വീട് അടച്ചിട്ടിട്ട് പോയാൽ എന്താ നമ്മൾ വരുമ്പോഴേക്കും അതിപ്പോൾ ഈ കാറ്റും അങ്ങനെ പൊടിയൊക്കെ ആവണ ഒരു ടൈമാണല്ലോ. ഇതിപ്പോൾ നമ്മൾ അഴിമുഖത്ത് പോയപ്പോൾ ഒരുപാട് ഫ്രണ്ട്സുകളും നമ്മളെ നാട്ടുകാരും കുറേ മുന്നേ കണ്ടവരും അങ്ങനെ കുടുംബക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ കണ്ടിട്ട് നമ്മളങ്ങനെ സംസാരിച്ച് നിൽക്കുകയായിരുന്നു.
പിന്നെ എന്താ ചെടിക്ക് നനക്കാനും തെങ്ങിനെ നനക്കാനൊക്കെ എടുത്തപ്പോൾ ഞാൻ ഗ്രൂപ്പിലൊരു ഫോട്ടോ ഈ ചെടി ഉണങ്ങി നിൽക്കുന്നത് ഞങ്ങൾ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി ഉള്ളൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഫോട്ടോ ഷെയർ ചെയ്യാനും വേണ്ടി ഞാൻ ഒരു ഫോട്ടോ എടുക്കാനും ഫോൺ എടുത്തിരുന്നു. പിന്നെ വീഡിയോ എടുക്കുക അതൊക്കെ ഇങ്ങനെ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതിൽ വീഡിയോ എടുക്കുക എന്നുള്ളതിൽ ഫോൺ എടുത്ത് വീഡിയോ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ഫോൺ നമ്മളെ വീടിൻ്റെ തറൻ്റെ ഒരു തിണ്ടുണ്ടാവുമല്ലോ ആ ഭാഗത്ത് ഫോൺ അവിടെ വെച്ച് ഞാൻ ഫോൺ വെച്ച് ഞാൻ തെങ്ങിനും ചെടിക്കൊക്കെ നനച്ച് കഴിഞ്ഞതിന് ശേഷം ഈ വീടിൻ്റെ തറൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നല്ല വെള്ളം അടിച്ച് കഴുകട്ടെ വെച്ചിട്ട് ഡബിൾ കോയിലാണ് കേട്ടോ. ഈ ചെടിയാണ് എൻ്റെ ഇത് പോയത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഒന്ന് ശരിയായി വരുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ വന്നപ്പോൾ തന്നെ വേഗം കിണറിൽ നിന്ന് കുറച്ച് വെള്ളം മുക്കിയിട്ട് അതിനൊക്കെ നല്ല ഉണങ്ങിയതിന് വേഗം ഒഴിച്ചു കൊടുത്തിരുന്നു. പിന്നെ അന്ന് ഇവിടെ പൈപ്പും കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. ഒരു ഓല വീണിട്ട് പൈപ്പൊക്കെ പൊട്ടിയിരുന്നു. പൈപ്പ് ശരിയാക്കാൻ ഇതുപോലെ ആളെ അങ്ങനെ കുറേ വിളിച്ചിട്ടാണ് ഞാൻ വന്ന് 2 ദിവസം ഞാൻ വരുന്ന മുന്നേ തന്നെ വിളിച്ചിരുന്നു ഒന്ന് ശരിയാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവർക്കിപ്പം ഓരോരോ ഫുള്ള് ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക് കൂടുതലാണല്ലോ ഇപ്പോൾ ഈ ഒരു വേനൽക്കാലത്തൊക്കെ. അപ്പോൾ അവർക്ക് വരാൻ പറ്റിയില്ല. പിന്നെ ഞാൻ തന്നെ ഓല വീണിട്ട് പൊട്ടിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്ന് കുടുങ്ങിയിരിക്കണുണ്ടായിരുന്നു. അതൊരു കത്തിയൊക്കെ എടുത്ത് മുറിച്ചെടുത്തതിന് ശേഷം വേറൊരു ടാപ്പ് വാങ്ങി അവിടെ ഇട്ട് അങ്ങനെ ഞാൻ തന്നെ റെഡിയാക്കി അത് കേട്ടോ. പിന്നെ വെള്ളമൊക്കെ കിട്ടൽ തുടങ്ങിയിരുന്നു. പിന്നെ ഫോണിന് പറ്റിയത് ഫോണിന് കംപ്ലൈൻറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല തറയിൽ വെള്ളം ഒഴിക്കുമ്പോൾ തറൻ്റെ ആ സൈഡിലൊക്കെ പൊടി ഉള്ളത് ആ പൊടിയൊക്കെ ഞാൻ വെള്ളം അടിച്ച് കഴുകാൻ എന്നുള്ള ഡബിൾ കോയിലാണെന്ന് ഞാൻ പറഞ്ഞില്ല. നല്ല സ്പീഡിലാണ് കേട്ടോ വെള്ളം വരിക. തെങ്ങിനൊക്കെ നനക്കാൻ അത്രയും നല്ല സ്പീഡിൽ വെള്ളം വന്നാലാണ് പെട്ടെന്ന് നനച്ചൊക്കെ കഴിയുള്ളൂ. അപ്പോൾ ഡബിൾ കോയിലാണ് ഇവിടുത്തെ കുഴൽക്കിണറിൽ നിന്നാണ് തെങ്ങിനൊക്കെ നനയ്ക്കുക. കിണറിൽ പിന്നെ നമ്മൾ ടാങ്കിലേക്ക് കുടിക്കാനും അങ്ങനെ പെരുമാറാനൊക്കെ ഉള്ള വെള്ളമാണ് ടാങ്കിലേക്ക് കിണറിൽ നിന്ന് അടിക്കുക കേട്ടോ. വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ നല്ല വെള്ളമുണ്ട്. നമ്മളെ കിണറിൽ 4 മോട്ടർ നമ്മൾ 4 വീട്ടുകാർക്കും ആ കിണറിൽ നിന്ന് തന്നെയാണ് വെള്ളം. എന്നാലും ഒരുപാട് വെള്ളമുണ്ട് കേട്ടോ. നമ്മൾ ഈ ഭാഗത്തുള്ളവർക്കൊന്നും വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല. കുറേ ഫ്രണ്ട്സുകളെ വീഡിയോസൊക്കെ ഇപ്പോൾ ഞാൻ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കണ്ട് കുറേ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. പക്ഷേ ഇവിടെ അൽഹംദുലില്ലാ അങ്ങനെ ഒരു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ തറയിൽ ഒക്കെ വെള്ളം അടിച്ച് കഴുകിയായിരുന്നു. വെള്ളം അടിച്ച് കഴുകുമ്പോൾ അവിടെ ഫോൺ വെച്ചത് എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. അപ്പോൾ തറൻ്റെ ആ തിണ്ടുമ്പോൾ കൂടി ഞാൻ അങ്ങനെ വെള്ളം ഒഴിച്ചതാണ്. വെള്ളം ഒഴിച്ചപ്പോൾ ഫോണിൽ വെള്ളമായി. ഫോണ് അവിടുന്ന് താഴേക്ക് വീണ് അതും വെള്ളത്തിലായി. അങ്ങനെ ഫോണിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറി. അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനോട് ഇതുപോലെ പറഞ്ഞു, അനിയത്തിയോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് വേഗം സ്വിച്ച് ഓഫ് ആക്കി കളഞ്ഞ് വേറെ ഒന്നും ചെയ്യണ്ട. സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പിന്നെ ഞാൻ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്ത് കുറേ നേരം അവർ നോക്കിയിട്ടോ ശരിയാവും ഇന്ന് തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട്. പക്ഷേ അപ്പോഴൊന്നും ശരിയായില്ല. 1 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നിട്ട് അവർ പറഞ്ഞു ഇന്ന് ശരിയാവില്ല, നിങ്ങൾ പോയിക്കോളി, നാളെ റെഡി ആയതിന് ശേഷം വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഫോണ് റെഡിയായി കിട്ടിയത്. ഫോണ് റെഡിയായി കിട്ടിയതിന് ശേഷം ഞാൻ നമ്മളെ ഫ്രണ്ട്സുകളെ വീഡിയോസൊക്കെ കുറേ ആൾക്കാരത് കാണാണ്ടിരുന്നു. എല്ലാവരും ഇപ്പോൾ കണ്ടു വരുന്നുണ്ട് കേട്ടോ. ഓരോരുത്തരത് ഒരു ദിവസം തന്നെ 2, 3, 4 അങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വീഡിയോ ഒക്കെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. പിന്നെ എല്ലാ ഫ്രണ്ട്സുകളും എന്നോട് ഒരുപാട് ഫ്രണ്ട്സുകൾ കാണാതായിട്ട് എവിടെ കാണുന്നില്ലല്ലോ എന്നൊക്കെ അങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ നിങ്ങളെ എല്ലാവരും സപ്പോർട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ്, നമ്മളെ വീഡിയോസ് കാണുന്നവരൊക്കെ എല്ലാവർക്കും ഒന്ന് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളി കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെ ഞാൻ ബൊഗൈൻവില്ലൊക്കെ നല്ല ഉണങ്ങിപ്പോയിട്ടാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഓല വീണിട്ട് പൈപ്പ് ശരിയാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെ അതുകൊണ്ടാണ് മേലക്കൊന്നും നനക്കാൻ പറ്റിയിട്ട്. ഇത് മേലെ വീടിൻ്റെ ടെറസിൻ്റെ മേലെയാണ് ഇരിക്കുന്നത്. ഇവിടെ നനക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുഴൽക്കിണറിന് കംപ്ലൈൻ്റ് ഇല്ല. പിന്നെ നമ്മൾ പൈപ്പ് ഇട്ടിട്ട് അങ്ങനെ ഓസ് ഇട്ടിട്ട് അങ്ങനെ നനയ്ക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തെങ്ങിനും ഒക്കെ ഞാൻ വന്ന അന്ന് തന്നെ തെങ്ങിനും താഴെയുള്ള ചെടികൾക്കൊക്കെ നനച്ചിരുന്നു. പക്ഷേ മേലത്തേത് ഞാൻ ആ പൈപ്പ് ടാപ്പ് ഇട്ട് ഒക്കെ ഞാൻ പറയില്ല ഞാൻ ശരിയാക്കിയെന്ന്. അതിന് ശേഷമാണ് ഇതിനൊക്കെ ഞാൻ നനച്ചത്. അപ്പോഴേക്കും ഇതൊക്കെ നല്ല ഉണങ്ങിയിരുന്നു കേട്ടോ. ഒക്കെ നല്ല വെയിലാണ്. എല്ലായിടത്തും നല്ല വെയിലല്ലേ, എന്തോ ഒരു ചൂടൊക്കെയാണ് അല്ലേ. അന്ന് മഴ പെയ്താൽ മതിയായിരുന്നേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ഇപ്പോൾ മഴ പെയ്ത് നല്ലൊരു മഴ പെയ്തൊന്ന് ചൂടൊക്കെ ഒന്ന് മാറി ഒന്നുകൊണ്ട് തണുപ്പായി കിട്ടിയാൽ മതിയായിരുന്നേ എന്നുള്ളൊരു ഇതാണ്. എന്തായാലും എല്ലായിടത്തും മഴ പെയ്ത് ചില സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്ത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളങ്ങോട്ടൊന്നും നല്ല മഴ ഒന്നും പെയ്തിട്ടില്ല കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ കാണുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം.
ഇപ്പം ഞാൻ ഒരാഴ്ചയിൽ കൂടുതലായിക്കണം ഇപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ ഫ്രണ്ട്സുകളെല്ലാവരും കാണുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഫ്രണ്ട്സുകളും ഫാമിലിയിലുള്ളവരും എല്ലാവരും നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. എല്ലാവരും നമ്മൾ കണ്ടാൽ പറയുന്നുണ്ട്. ഇപ്പോൾ ചിലർ തന്നെ വീഡിയോ ഇട്ടിട്ടില്ലേ, എന്താണ് വീഡിയോ ഇടാത്തതെന്നൊക്കെ നമ്മളോട് വിളിച്ചും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഫോൺ വിളിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇപ്പോൾ വീഡിയോ ഇടാത്തത്, വീഡിയോ കാണുന്നില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ. പിന്നെ നമ്മളെ ഫ്രണ്ട്സുകൾ തന്നെ, യൂട്യൂബിലുള്ള ഫ്രണ്ട്സുകൾ തന്നെ കമൻറ്റിലൂടെയൊക്കെ നമ്മളോട് അങ്ങനെ ചോദിക്കണൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ. പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ അത് കമൻറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. കമൻറ്റൊക്കെ വായിക്കാനും കാണാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കമൻറ്റ് വായിക്കുമ്പോഴൊക്കെയാണ് നമ്മൾക്ക് ഇനിയും വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു പ്രോത്സാഹനമാണ് കേട്ടോ. നമ്മൾക്ക് ഇഷ്ടം കൂടുന്നത് അപ്പോഴാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ